അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിനെ ശാലിനി കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ചന്ദ്രബോസിനോട് അപ്പോൾ ശാലിനി പറയുന്നു, ഒരു ഇത്രയും ചെറിയ കേസ് ACP അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ആ കുടുംബത്തിനോടുള്ള സുഹൃത്ത് ബന്ധമോ അതോ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമോ എന്നൊക്കെ ചോദിക്കും ശാലിനി. ഇതിനൊക്കെ പകരം ചെയ്യാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ ശാലിനി സംസാരിക്കുകയാണ്. അപ്പോൾ മേഡം അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസ് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്നിട്ട് ചന്ദ്രബോസ് പറയുന്നത്, നിങ്ങൾ കൂടുതൽ ഇതൊന്നും ചെയ്യേണ്ട, ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാമല്ലോ, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടി വരത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ വിഷ്ണു ശാലിനി എന്താ പറയുക, ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ രാഘവൻ നായർ വീട്ടിലെത്തിയ ഉടനെ തുണികളെല്ലാം വലിച്ച് അലമാരിയിൽ നിന്ന് വാരിയിടുകയാണ്. രാഘവൻ നായർ പറയുന്നത് സ്വർണ്ണം അവിടെയും ഉണ്ടെന്ന്. അപ്പോൾ സത്യമാമ പറയും, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയണ്. അപ്പോൾ രാഘവൻ നായർ ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല. രാഘവൻ നായർ പറയാം, അല്ല ഇവിടെ സ്വർണ്ണം ഉണ്ട്, എവിടെയും ഉണ്ട്, വിഷ്ണുവിനെ രക്ഷിക്കണം എങ്ങനെയും എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെയും തപ്പുകയാണ്. പിന്നീട് നമ്മുടെ ശാരദ എന്താ പറയുക, ശാരദ ദൈവത്തിന് മുമ്പിൽ യാചിക്കുകയാണ്. തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ്, താൻ എന്തൊരു പാവമായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വന്നല്ലോ, ഇതൊക്കെ ക്ഷമിക്കാനും മറക്കാനുള്ള ശക്തി എനിക്ക് തരണേന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോപാലനും അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും, നമ്മൾ രണ്ടുപേരും അറിയേണ്ട കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇതേ സമയത്താണ് നമ്മുടെ അനൂപ് ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ജ്യൂസും കാര്യങ്ങളുമായി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ സമയത്ത് അവൻ്റെ അങ്കിൾ അവൻ്റെ അടുത്ത് പറയും, എന്തിനാ മോനെ നീ ഇനി ഇതൊക്കെ വാങ്ങി, ഇതൊന്നും ഇനി വാങ്ങണ്ടെന്ന് പറയും. അപ്പോൾ പറയും, അമ്മയ്ക്ക് ഇച്ചിരി തണുപ്പ് കിട്ടട്ടെ എന്ന് പറയും. അപ്പോൾ അങ്കിൾ പറയും, ഇനി അമ്മയ്ക്ക് തണുപ്പ് തന്നെ കിട്ടിക്കോളും എന്ന് പറയും. എന്നിട്ട് പറയും, നിൻ്റെ അമ്മ പോയി എന്ന് പറയും. അങ്ങനെ നമ്മുടെ അനൂപ് അത് കേട്ട് പൊട്ടി തകരുകയാണ്, കരഞ്ഞ് വല്ലാണ്ടൊരു അവസ്ഥയിൽ എത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശാലിനി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോപാലിന് ശാരദയെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുക. അപ്പോൾ ശാലിനി ചോദിക്കും, നിങ്ങൾ എന്താ നിർത്തി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗോപാലൻ അതിൻ്റെ ഇടയിൽ കയറി പറയാം, അത് നിൻ്റെ അമ്മയ്ക്കുള്ള സ്വഭാവമാണല്ലോ, എന്നെ കുറ്റപ്പെടുത്തുക, അത്രയേ ഉള്ളെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാരദ ചോദിക്കും, വിഷ്ണുവിൻ്റെ ജാമ്യമൊക്കെ ശരിയായി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചെന്നൊക്കെ പറയും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാരദ ശാലിനിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, മോളെ നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു ആശ്വാസം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ ഗോപാലൻ അത് പറയാൻ സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. അത് വേറെ ആരുമല്ല, അനൂപ്. എന്നിട്ട് പറയും, ചേച്ചി എൻ്റെ അമ്മ പോയി എന്നുള്ള രീതിയിൽ പറയും, എൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് പറയും. അപ്പം എന്നിട്ട് പറയും, അച്ഛനും അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണം എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ശാലിനി ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്തിട്ട് ഗോപാലിനോട് പറയും, ഇങ്ങനെ അമ്മ മരിച്ചുപോയി എന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഗോപാലനും ശാരദയെല്ലാം വിഷമത്തിലാകുകയാണ്. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മുടെ വിഷ്ണു വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു, അച്ഛൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല, ആ സ്വർണ്ണത്തിൻ്റെ കാര്യം, അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ രാഘവൻ നായർ പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മ ഫുള്ള് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയും, അല്ലല്ലോ നിങ്ങൾ വന്ന ഉടനെ ഇവിടുന്ന് സ്വർണ്ണമൊക്കെ തപ്പിയല്ലോ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സ്വർണ്ണമൊക്കെ തപ്പാൻ വേണ്ടി ഇത് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഓട്ടോയിൽ നീങ്ങുന്ന സമയത്ത് നമ്മുടെ നസീറിൻ്റെ ഗുണ്ടകളെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. വേറൊന്നിനുമല്ല, നൂറിനെ കൊണ്ടുപോയതിൻ്റെ പ്രശ്നത്തിലാണ് വരുന്നത്. അങ്ങനെ ഗുണ്ടകളെല്ലാം വന്ന് നമ്മുടെ വിഷ്ണുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുക. ആ സമയത്ത് ശാരദ പറയും, ദേ അവനാണ് എൻ്റെ 10 ലക്ഷം കൊണ്ടുപോയെന്ന് പറയുകയാണ്. പെട്ടെന്ന് വിഷ്ണുവും തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അയാൾക്കാണെങ്കിൽ അത് പന്തികേട് ഇല്ലെന്ന് മനസ്സിലാകുകയാണ്. അങ്ങനെ അവിടെ മൊത്തം പ്രശ്നങ്ങളും ഇതൊക്കെ ആകുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.